ബാല്യത്തിലെ ഇരു കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അലൻ തളർന്നിരുന്നില്ല. സ്വപ്രയത്നം കൊണ്ട് ഉന്നതികളിലെത്തിയ അലന്റെ ജീവിതത്തിൽ വീണ്ടും വിധി കരിനിഴൽ വീഴ്ത്തി. രോഗാവസ്ഥ മൂലം അരയ്ക്ക് താഴെ തളർന്ന യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. കണ്ടാണശ്ശേരി പന്തായിൽ വീട്ടിൽ 32 വയസ്സുള്ള അലൻ സെക്യൂരിറ്റി ജീവനക്കാരനായ സുനിലിന്റെയും വത്സലയുടെയും മകനാണ്. 2 വയസ്സുള്ളപ്പോൾ ഗുരുതര രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം RCCയിൽ ശസ്ത്രക്രിയയിലൂടെ ഒരു കണ്ണ് നീക്കം ചെയ്തിരുന്നു. 5-ാം വയസ്സിൽ രണ്ടാമത്തെ കണ്ണിനും കാഴ്ച നഷ്ടമായി. എന്നിട്ടും അലൻ പോരാടി. കുന്നംകുളം അന്ധവിദ്യാലയത്തിലും ബോയ്സ് ഹൈസ്കൂളിലും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും ഫങ്ഷണൽ ഇംഗ്ലീഷിൽ ബിരുദം നേടി. പഠിപ്പിച്ച അധ്യാപകരെല്ലാം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ അലന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞു. ഡൽഹിയിൽ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ പഠനം നടത്തി. ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ്. ചെറുപ്പം തൊട്ട് കാഴ്ചയ്ക്ക് ഈ പ്രശ്നം ചെറുപ്പത്തിലുണ്ടായതായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതൽ IT-യോടായിരുന്നു താല്പര്യം കൂടുതൽ. ഡിഗ്രി പഠിച്ചത് ആർട്സ് സബ്ജക്റ്റ് ആണെങ്കിലും പഠിക്കുന്ന കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിലായിരുന്നു താല്പര്യം കൂടുതൽ. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാംഗ്ലൂരായിരുന്നു. അതിനിടയ്ക്കാണ് എനിക്ക് പെട്ടെന്ന് ഈ അസുഖം വരുന്നത്. ആദ്യം കാലിൽ ഇങ്ങനെ ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടുമായിരുന്നു. അത് തരിപ്പ് പറയുമ്പോൾ നമുക്കവിടെ സെൻസിറ്റിവിറ്റി ഇല്ലാതെയായി. പെട്ടെന്ന് അവിടെ തൊടുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാതെയായിരുന്നു. ചെരുപ്പൊക്കെ ഇടുമ്പോൾ ചെരുപ്പ് തനിയെ ഉരുകുമായിരുന്നു. പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ കാല് നിവരാതി. ഡോക്ടർമാർക്ക് സഹായകരമാകുന്ന പ്രോഗ്രാമിനായി 2016 മുതൽ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി. പ്രോഗ്രാം സർക്കാരിന് സമർപ്പിച്ചു. ബംഗളൂരുവിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് സഹായകമാകുന്ന പദ്ധതിക്ക് സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്ത് സർക്കാരിന് സമർപ്പിച്ച് അംഗീകാരത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ന്യൂറോളജിക്കൽ പാരലൈസ്ഡ് കണ്ടീഷൻ എന്ന മസിൽ ഉറച്ചുപോകുന്ന രോഗാവസ്ഥ ബാധിച്ചത്. രോഗം മൂലം അരയ്ക്ക് താഴെ തളർന്നു നടക്കാൻ കഴിയാതായി. ഇപ്പോൾ ഡോക്ടർമാർ പറയണത് സർജറി ചെയ്യാതെ കാലിൻ്റെ മസിൽസ് ഉറച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സർജറി ചെയ്യണമെന്നാണ് പറയണത്. സർജറി ചെയ്താലും നടക്കാനുള്ള ചാൻസ് ഒരു ക്രച്ചസിൻ്റെ സഹായത്തോടു കൂടി നടക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയണത്. എന്നിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓൾറെഡി കാഴ്ചയില്ല. അപ്പോൾ നടക്കാൻ കൂടി പറ്റാതാകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഒരു ക്രച്ചസിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ നടക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണല്ലോ. അലൻ ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിലാണ്. എഴുന്നേറ്റ് നടക്കണമെങ്കിൽ മസിലിന് അയവ് വരുത്തുന്ന ശസ്ത്രക്രിയ ചെയ്യണം. ഇതിന് 5 ലക്ഷം രൂപ ആവശ്യമാണ്. പണമില്ലാത്തതിനാൽ ചികിത്സ നീണ്ടുപോകുകയാണ്. ചികിത്സയ്ക്കും പഠനത്തിനുമായി വീട് വിറ്റു. ശാരീരിക പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട അലന് നടക്കാൻ കഴിയാതായതോടെ മനസ്സും തളർന്നുപോയി. സുമനസ്സുകൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്താൽ അലന് വലിയ കൈത്താങ്ങാകും.